എന്ത് ചെയ്യാനാണെന്നേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യം കേട്ടോ എൻ്റെ കാപ്പി കുടി എന്ന് പറയുന്നത്. ഒരു ദിവസം തിളപ്പിച്ചിട്ട് എത്ര വട്ടം കുടിക്കാൻ പറ്റുമോ ഞാൻ അത്രയും വട്ടം കുടിക്കുന്ന ഒരു ഐറ്റം കേട്ടോ കാപ്പിയെ. അപ്പോൾ ഇത് നല്ല കാപ്പിക്കുരുവും ഉലുവായും ഒക്കെ ചേർത്ത് പൊടിച്ചെടുത്ത കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ച് നല്ലൊരു ഉഷാറായി കേട്ടോ. ഇന്നെനിക്ക് ഇച്ചിരി ഉഷാറ് കൂടുതലാണ്. ഇന്നലെ തന്നെ മക്കൾ രണ്ടാളും പറഞ്ഞു അവർക്ക് ഇഡലിയോ ദോശയോ എന്തെങ്കിലും കൊണ്ടുപോകാൻ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് രാവിലെ എണീറ്റ് വേറെ പരിപാടികളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടെ ആയിട്ടോ ഞാൻ ഇന്ന് എണീറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് ചമ്മന്തി ആയിട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ അതിന് തേങ്ങ തിരുമാനുള്ള മടിക്ക് ഞാൻ എന്തെടുത്തത് കൊത്തി കൊത്തി എടുത്ത് കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ ലേശം ഉപ്പ്, പിന്നെ 2-3 കഷ്ണം ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ലേശം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊട്ടുകടലയും കൂടെ ചേർത്തിട്ട് അരയ്ക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇഡലി ആട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആദൂട്ടി അങ്ങനെ ഇഡലിയൊന്നും കൊണ്ടുപോകാറ് പതിവില്ല കേട്ടോ. എന്താണോ ആവോ ഇന്ന് അവന് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം കൂടെ ആയി കേട്ടോ. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് എടുക്കും കേട്ടോ. നമ്മുടെ ചമ്മന്തിക്കുള്ളത് ഈ ഉണ്ടമുളക് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത് തപ്പി നടന്ന് മേടിച്ചെടുത്തതാണ്. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ ചമ്മന്തിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല കുറുക്കിയായിട്ട് എടുക്കുന്ന, ഒരുപാട് നീട്ടി ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അവർക്കുള്ള പാലും ഞങ്ങൾക്കുള്ള ചായയും ഒക്കെ ഇട്ട് രണ്ടാക്കും കൂടെ ഞാൻ ഒരുമിച്ച് പാത്രത്തിൽ എടുത്തിട്ട് കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. അപ്പം സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് ഞാൻ വാരി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു.